ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുത്ത് തരുന്നത് ഈ വീഡിയോയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ബാക്കി ഉള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതെന്ന് കണ്ടു നോക്കൂ. Today is our third session. Let us start our today's session. ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വുഡ് ലൈക്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് വുഡ് ലൈക്ക്. വുഡ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ മുമ്പ് കേട്ടു അല്ലെ. ലൈക്ക് ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ലൈക്ക് ചോക്ലേറ്റ് എന്നൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് നമ്മൾ പറയാറുള്ളത്. അതായത് നമ്മൾ അവിടെ കോമൺ ആയിട്ട് നമുക്ക് എന്താണ് നമ്മളെ കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് ഐ ലൈക്ക് വെച്ചിട്ട് തുടങ്ങാം, കുഴപ്പമില്ല. പക്ഷേ വുഡ് ലൈക്ക് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പം പ്രസന്റിൽ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഇനി ഫ്യൂച്ചറിലും ആവാട്ടോ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ വുഡ് ലൈക്കാണ് യൂസ് ചെയ്യുക. അത് കുറച്ചുകൂടി എന്താണ് ഒരു പൊളൈറ്റ് വേയിൽ വളരെയധികം സൗമ്യതയിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് വുഡ് ലൈക്ക് എന്ന് പറയുന്ന വേർഡ്. അപ്പൊ ആദ്യം അത് തമ്മിലുള്ള ഒരു വ്യത്യാസം, ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ലൈക്ക് എവിടെയാണ് പറയുന്നത്, വുഡ് ലൈക്ക് എവിടെയാണ് പറയുന്നത് എന്നുള്ളത്. ലൈക്ക് എന്ന് പറയുന്നത് കോമൺ സിറ്റുവേഷൻസിൽ, അതായത് നമ്മൾ ജനറൽ ആയിട്ട് നമുക്കൊരു കാര്യം ഇഷ്ടമാണ് എന്ന് പറയാൻ ലൈക്ക് യൂസ് ചെയ്യാം. ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ലൈക്ക് ചോക്ലേറ്റ്, അങ്ങനെ. ഇനി വുഡ് ലൈക്ക് യൂസ് ചെയ്യാം, അതായത് ഐ വുഡ് ലൈക്ക് ചോക്ലേറ്റ്, ഐ വുഡ് ലൈക്ക് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അത്തരം സിറ്റുവേഷൻസിലാണ് വുഡ് ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമുക്ക് ഇപ്പൊ ഈ മൊമെന്റിൽ നമുക്ക് എന്താണ് അത് കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഐ വുഡ് ലൈക്ക് ചോക്ലേറ്റ്, ഐ വുഡ് ലൈക്ക് കപ്പ് ഓഫ് കോഫി, അതായത് എനിക്ക് ഇപ്പം കോഫി കുടിക്കാൻ ആഗ്രഹമുണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ ഐ വുഡ് ലൈക്ക്. അപ്പൊ ഈ ആഗ്രഹമുള്ള സിറ്റുവേഷൻസിൽ വുഡ് ലൈക്കും, എനിക്ക് ആഗ്രഹമില്ല എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ് വുഡിൻഡ് ലൈക്ക് എന്ന് പറയും. വുഡിൻഡ് ലൈക്ക്, ദാറ്റ് മീൻസ് വുഡ് നോട്ട് ലൈക്ക് എന്നാണ്, പക്ഷെ അത് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ വുഡിൻഡ് ലൈക്ക് എന്നാണ് പറയാം. ഐ വുഡിൻ ലൈക്ക് കോഫി, അത് എനിക്ക് കോഫി കുടിക്കാൻ ആഗ്രഹമില്ല. ഐ വുഡിൻ ലൈക്ക് ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹമില്ല. അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് വുഡ് ലൈക്ക് യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ അവർ എക്സാമ്പിൾസ്. ഐ വുഡ് ലൈക്ക് കോഫി, ഐ വുഡ് ലൈക്ക് കോഫി, അത് എനിക്ക് കോഫി ഇഷ്ടമാണ്. അതായത് ഈ പ്രസന്റിൽ നമുക്ക് എന്താണ് കോഫി കുടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ പറയാം. ഐ വുഡ് ലൈക്ക് ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, അതായത് എനിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ. I would like biryani, I would like biryani. I would like apple, I would like apple. I would like orange, I would like orange. ഇതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിക്കാനും ആഗ്രഹമുള്ളത് അതിന്റെ ഒക്കെ മുന്നിൽ എന്താണ് ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്താ ചേർക്കുക, ഐ വുഡിൻ ലൈക്ക്. ഐ വുഡിൻ ലൈക്ക് ഐസ്ക്രീം എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പറയാവുന്നതാണ്. ഐ വുഡിൻ ലൈക്ക് പിസ്സ, ഐ വുഡിൻ ലൈക്ക് ആൽക്കഹോൾ, ഐ വുഡിൻ ലൈക്ക് ബനാന, ഐ വുഡിൻ ലൈക്ക് ചിക്കൻ. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത് അതിന്റെയൊക്കെ മുന്നിൽ എന്താണ് ഐ വുഡിൻ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് പറയാവുന്നതാണ്. നിങ്ങൾക്ക് അത് ഇവിടെ ഷെയർ ചെയ്യാം. അപ്പൊ നമ്മള് ഇവിടെ ഈ വുഡ് യു ലൈക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കാം. വുഡ് യു ലൈക്ക് കോഫി, അതായത് നിങ്ങൾക്ക് കോഫി വേണോ, ആ ഒരു രീതിയിൽ നമ്മളോട് ചോദിക്കാം. അതായത് അത് പൊളൈറ്റ് വേർഡ്. ഡു യു ലൈക്ക് കോഫി എന്ന് ചോദിക്കുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ എന്താണ് പൊളൈറ്റ് ആയിട്ട് ചോദിക്കേണ്ട സിറ്റുവേഷൻസിൽ വുഡ് യു ലൈക്ക് എന്നാണ് തുടങ്ങേണ്ടത്. അതാണ് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഒരേ കാര്യം തന്നെ എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, പൊളൈറ്റ് ആയിട്ടും ചോദിക്കാം. എപ്പോഴും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ പൊളൈറ്റ്നെസ്സോടുകൂടി ചോദിക്കുകയായിരിക്കും എപ്പോഴും കേൾക്കുന്ന ആളുകൾക്ക്, നേറ്റീവ് സ്പീക്കേഴ്സിന് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഒരാളോട് എന്താണ് കോഫി വേണോ, നിങ്ങൾക്ക് എടുക്കട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. Let's see our examples. First one, would you like coffee? Would you like coffee? അതായത് നിങ്ങൾക്ക് കോഫി വേണോ, കോഫി ആരെങ്കിലും ഓഫർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വുഡ് യു ലൈക്ക് കോഫി, ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, വുഡ് യു ലൈക്ക് കോഫി.
അപ്പൊ അവരെന്താണ്, ഒന്നുകിൽ ഒരു ആൻസർ എന്താണ്, യെസ് ഐ വുഡ് ലൈക്ക് കോഫി. ഇൻ കേസ് അവർക്ക് എന്താണ് വേണ്ട എന്നാണെങ്കിൽ എന്തായിരിക്കും പറയാ, നോ ഐ വുഡിൻ ലൈക്ക് കോഫി. നോ ഐ വുഡിൻ ലൈക്ക് കോഫി. ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. വുഡ് യു ലൈക്ക് ചോക്ലേറ്റ്? വുഡ് യു ലൈക്ക് ചോക്ലേറ്റ്? അപ്പൊ എന്താണ് ആൻസർ പറയാ, യെസ് ഐ വുഡ് ലൈക്ക് ചോക്ലേറ്റ്. യെസ് ഐ വുഡ് ലൈക്ക് ചോക്ലേറ്റ്. അതെ, എനിക്ക് വേണം എന്നുള്ള രീതിയിൽ. ഇനി വേണ്ട എന്നാണ് പറയണമെങ്കിൽ നോ ഐ വുഡിൻ ലൈക്ക് ചോക്ലേറ്റ്. നോ ഐ വുഡിൻ ലൈക്ക് ചോക്ലേറ്റ്. ആൻഡ് തേർഡ് വൺ, വുഡ് യു ലൈക്ക് പിസ്സ? വുഡ് യു ലൈക്ക് പിസ്സ? നിങ്ങൾക്ക് പിസ്സ കഴിക്കാൻ ആഗ്രഹമുണ്ടോ? പിസ്സ എടുക്കട്ടെ എന്നുള്ള രീതിയിൽ. യെസ് ഐ വുഡ് ലൈക്ക് പിസ്സ. യെസ് ഐ വുഡ് ലൈക്ക് പിസ്സ. അതെ, എനിക്ക് പിസ്സ ഇഷ്ടമാണ്. ഇനി നോ എന്നാണെങ്കിൽ നോ ഐ വുഡിൻ ലൈക്ക് പിസ്സ. എനിക്ക് പിസ്സ ഇഷ്ടമല്ല. ഇതേപോലെ നിങ്ങൾക്ക് എന്താണ് ഓരോന്നിനും ഇവിടെ ഈ ഒരു ഇത്രയും എക്സാമ്പിൾ അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടമുള്ളത് അതിന്റെയൊക്കെ കൂടെ എന്താണ് യെസ് ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞിട്ടും ഇഷ്ടമല്ലെങ്കിൽ നോ ഐ വുഡിൻ ലൈക്ക് എന്ന് പറഞ്ഞിട്ടും പറയാവുന്നതാണ്. ഇത് ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. വുഡ് യു ലൈക്ക് എന്ന് ഒരാൾ ചോദിച്ചാൽ എന്ത് ആൻസർ പറയണം? വുഡ് യു ലൈക്ക് എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും ആൻസർ. ആ യെസ് അല്ലെങ്കിൽ നോയുടെ കൂടെ എന്ത് ചേർക്കണം എന്നാണ് നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനേഴ്സ് ക്ലാസ് എടുത്ത് തരാം. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവനും ഷുവറായിട്ട് പഠിക്കാൻ കഴിയും. എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മളെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.